നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. മലയാള സിനിമയിൽ പണം നിക്ഷേപിക്കാൻ വരുന്നത് ആരൊക്കെയാണെന്ന് അറിയാമോ? ഒരു വർഷം പുറത്തിറങ്ങുന്ന സിനിമകളിൽ പകുതിയിൽ ഏറെയും പരാജയമാകുന്നതാണ് പതിവ്. ഇതോടെ കള്ളപ്പണക്കാരുടെ ഇടമായി മലയാള സിനിമ മാറുന്നു എന്ന സത്യങ്ങളും എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്തരം ആരോപണങ്ങൾ ശക്തമാകുന്നതിന് ഈയിടെയാണ് മലയാള സിനിമയിൽ ചില കള്ളനാണയങ്ങളും കടന്നുകൂടുന്നു എന്ന് വ്യക്തമാകുന്നത്. നിവിൻ പോളി നായകനായ ബിഗ് ബജറ്റ് സിനിമ തുറമുഖത്തിന്റെ നിർമ്മാതാക്കളിൽ ഒരാളായ പട്ടുരൈക്കൽ സ്വദേശി വെട്ടിക്കാട്ടിൽ വീട്ടിൽ ജോസ് തോമസ് ആണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. വ്യാജരേഖകൾ ഉണ്ടാക്കി തരപ്പെടുത്തിയ പണം സിനിമാ നിർമ്മാണത്തിന് ഉപയോഗിക്കുകയായിരുന്നു ജോസ് തോമസ്. തൃശൂർ ജില്ലാ ക്രൈംബ്രാഞ്ച് SP R മനോജ് കുമാറും സംഘവുമാണ് അറസ്റ്റ് ചെയ്തത്. കോയമ്പത്തൂർ സ്വദേശിയായ ഗിൽബർട്ടിന്റെ പരാതിയെ തുടർന്നായിരുന്നു അറസ്റ്റ് ഉണ്ടായത്. വ്യാജരേഖകൾ തയ്യാറാക്കി 8,40,00,000 രൂപ കൈപ്പറ്റി സിനിമ പിടിക്കുകയും പിന്നീട് തുക മടക്കി കൊടുക്കാതിരിക്കുകയും ചെയ്തെന്നാണ് പരാതി. തുറമുഖം എന്ന സിനിമ നിർമ്മിച്ച 3 നിർമ്മാതാക്കളിൽ ഒരാളാണ് ജോസ് തോമസ്. 5 പേരുടെ പേരിൽ വ്യാജ പ്രൊഫൈലുകളും രേഖകളും ബിസിനസ് ആവശ്യത്തിലേക്ക് ഉണ്ടാക്കിയാണ് പ്രതി തുക സംഘടിപ്പിച്ചെടുത്തത്. വ്യാജ ബിസിനസ് പ്രൊഫൈലുകൾ ഉണ്ടാക്കി ഇയാൾ പണം സമ്പാദിച്ചിരിക്കുന്നു. സമാനമായ തട്ടിപ്പുകൾ ഇതിനു മുൻപും ഇയാൾ നടത്തിയിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. IT സ്ഥാപനത്തിന്റെ പർച്ചേസിംഗ് ഓർഡർ ലഭിച്ചെന്നും ലാറ്റക്സ് കയറ്റുമതിക്ക് അനുമതിയുണ്ടെന്നും മറ്റും വിശ്വസിപ്പിച്ച പലതരത്തിലുള്ള ബിസിനസ് ഓഫറുകൾ വെച്ചായിരുന്നു ഇയാൾ പണം തട്ടിയെടുത്തത്. ദീർഘമായ ഗൂഢാലോചനകളിലൂടെയായിരുന്നു ഇയാളുടെ തട്ടിപ്പ് നടത്തിയതും. അതേസമയം ഈസ്റ്റ് പോലീസ് എടുത്ത കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറി. അന്വേഷണ സംഘത്തിൽ തൃശൂർ ജില്ലാ ക്രൈംബ്രാഞ്ച് ACP മനോജ് കുമാർ, ക്രൈംബ്രാഞ്ച് സ്ക്വാഡ് അംഗങ്ങളായ SI സുഭദ്രകുമാർ, SI റാഫി, PM സീനിയർ SPO പളനിസ്വാമി എന്നിവരാണ് ഉണ്ടായിരുന്നത്. ഇത്തരത്തിൽ വഞ്ചിക്കപ്പെട്ടതിന്റെ പേരിൽ പ്രതിക്കെതിരെ 1 വർഷം മുൻപ് 5 ക്രൈം കേസുകളും ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായതിനു പിന്നാലെ ജോസ് തോമസിനെ കുറിച്ചുള്ള കൂടുതൽ തട്ടിപ്പ് കേസുകളും പുറത്തു വരുന്നു. വമ്പൻ ബിസിനസ്സുകാരനാണെന്ന് നടിച്ചായിരുന്നു ഇയാൾ പതിവായി തട്ടിപ്പ് നടത്തിയിരുന്നത്. താൻ സിനിമാ നിർമ്മാതാവാണെന്ന് പറഞ്ഞ് ആഡംബര കാറുകളും അഡ്വാൻസ് തുക നൽകി വാങ്ങുകയും പണം കിട്ടാതെ പരാതിപ്പെടുമ്പോൾ കേസ് കൊടുക്കുവാൻ വെല്ലുവിളിക്കുകയും ചെയ്യുന്നത് ഇയാളുടെ സ്ഥിരം വേല തന്നെ. സിനിമയുടെ മറവിൽ ഇയാൾ കൂടുതൽ തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ്. എന്തായാലും സിനിമാ മേഖലയിലും തട്ടിപ്പ് സജീവമാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ.